നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നവരാണോ? വചനത്തോട് നീതി പുലർത്തുന്നവരാണോ? ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരാണോ? വചനം ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് മഹാസമാധാനമുണ്ട്. അതെ, നിങ്ങൾക്ക് ദൈവം സമാധാനം നൽകും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയമില്ലാതിരിക്കുക, സമാധാനം അനുഭവിക്കുക, അത് വചനത്തിലെ നന്മയാണ്. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ദൈവവചനം നമുക്ക് ധൈര്യം നൽകും. ദൈവവചനം നമ്മുടെ ഭയമെല്ലാം അകറ്റിക്കളയും. ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവ സാന്നിധ്യമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. വചനം ജീവനാണ്, വചനം ചൈതന്യമാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. വചനമാണ് നിങ്ങളെ വിടുവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും വീഴുകയില്ല. എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ ആഴക്കുഴിച്ച് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് പാറയിലാണ്. നിങ്ങൾ വീഴാൻ ദൈവം സമ്മതിക്കില്ല. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇവിടെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഒരു ആശ്രയമാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനോടും ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാണ്. ദൈവത്തെ ആശ്രയിക്കുന്നവൻ കുലുങ്ങില്ല, അവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും, ആശ്രയിക്കുന്നവൻ ഉറച്ചു നിൽക്കും. വചനത്തോട് പ്രിയമുള്ളവൻ പാറമേൽ ആഴക്കുഴിച്ച് ജീവിതം പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തോട് ചേർന്ന് വീണ്ടും നടക്കുക. വചനത്തെ സ്നേഹിക്കുക, വചനത്തോട് പ്രതികരിക്കുക, രാപ്പകൽ ധ്യാനിക്കുക. ദൈവവചനം നിങ്ങൾക്ക് മഹാസമാധാനം നൽകും. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.